എല്ലാവർക്കും നമസ്കാരം. മലയാളി യാത്രയുടെ സൗത്ത് അമേരിക്കയിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇഗാസു ഫാൾസിൻ്റെ ബ്രസീലിയൻ പാർട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇന്നലെ അർജൻറ്റീന പാർട്ട് കണ്ടു. അർജൻറ്റീന പാർട്ടിൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. എന്നാൽ ബ്രസീലിൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വാഹനത്തിൽ പോകുന്നു, ടിക്കറ്റ് എടുക്കുന്നു, വാഹനത്തിൽ പോകുന്നു. ചില സ്പോട്ടുകളുണ്ട്, അവിടെ ഇറങ്ങുന്നു, അവിടുത്തെ ആക്ടിവിറ്റി ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ്. ടിക്കറ്റ് എടുക്കുന്നത്, നമ്മൾ ക്യൂ നിൽക്കുന്നു, ബസ്സിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കണം. അത് ബോർഡിംഗ് പ്ലേസ്. കുറച്ച് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ യാത്രയിൽ, ബ്രസീൽ സൈഡിലുള്ള യാത്രയിലെ പ്രത്യേകത ഒരു ബോട്ട് യാത്ര നടത്തുന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര നടത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു അനുഭവം തന്നെയാണ്. നമ്മൾ നയാഗ്ര ഫാൾസിൻ്റെ അടിയിലൂടെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് ബോട്ട് കയറ്റി നിർത്തും. വെറ്റ്, ഡ്രൈ, അങ്ങനെ 2 ബോട്ട് ജേർണി ഉണ്ട്. നമ്മൾ വെറ്റാണ് എടുത്തത്. ഇത്രയധികം വെറ്റാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ഡ്രസ്സും ഇടാണ്ട് മിനിമം സ്വിമ്മിങ് ഡ്രങ്കിൽ പോവുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ വാല്യുബിൾസ് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ലോക്കറിൽ വെക്കുക, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളിത്തീൻ ബാഗിൽ ഇട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ കീപ്പ് ചെയ്യുക. അത് രക്ഷയുള്ളൂ. റെയിൻകോട്ടൊന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അവിടെ സംസാരിക്കാം. ഇത് നമ്മൾ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് എത്തി കേട്ടോ. ഇത് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. ഇതാണ് ബോട്ട് ജേർണിയുടെ എൻട്രൻസ്. നമ്മളൊരു വാഹനത്തിൽ പുഴയുടെ സൈഡിലേക്ക്, നമ്മുടെ ഒരു വാഹനത്തിൽ നദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ആ പോകുന്ന വഴിക്ക് ഒരു ഗൈഡൊക്കെ ഉണ്ടാവും. കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഒരു ട്രാക്ടറിൽ ഇതുപോലെ ഒരു സംവിധാനമാണ്. ഓപ്പൺ ഒരു വെഹിക്കിളാണ്. ഒരു ഗൈഡ് ഉണ്ടാവും. പോകുന്ന വഴിക്ക് നമുക്ക് ചില കാഴ്ചകളൊക്കെ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ അവർക്ക് ബോട്ട് ജേർണി നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുരങ്ങന്മാർ, പക്ഷികളെയൊക്കെ കാണാം. കുറച്ച് ദൂരം ഈ വാഹനത്തിൽ കാട്ടിക്കൂടെ പോയിട്ട് ഒരു സ്റ്റോപ്പിൽ അവർ ഇറക്കും. അവിടുന്ന് 2 റൂട്ടാണ്. ഈ വാഹനത്തിൽ തന്നെ ബോട്ട് ജേർണി നടത്തുന്ന സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ കാട്ടിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഗൈഡ് പറഞ്ഞു തന്ന അങ്ങനെ ഒരു 20 മിനിറ്റ് എടുത്ത് ബോട്ട് ജേർണിയുടെ സ്പോട്ടിലെത്തുന്ന ഒരു റൂട്ടും ഉണ്ട്. അങ്ങനെ 2 റൂട്ടാണുള്ളത്. നമ്മൾ ഇപ്രാവശ്യം നടക്കാൻ തീരുമാനിച്ചില്ല, കാരണം ഇന്നലെ അത്യാവശ്യം നന്നായിട്ടൊക്കെ നടന്നു. അതുകൊണ്ട് വാഹനത്തിൽ തന്നെ ബോട്ട് ട്രിപ്പ് ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ കാട്ടിക്കൂടെ ഉള്ള വഴിയിലേക്ക് പോയിട്ടുണ്ട്. അവരും ഈ റൂട്ടിലേക്ക് തന്നെ വന്നു ചേരും. ഇത് ഇവിടെ ഉള്ള ബോട്ട് ട്രാവലിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ സ്നാക്ക് ബാറുകളൊക്കെ ഉണ്ട്, ലോക്കർ സൗകര്യമുണ്ട്. നമ്മളിവിടെ വരുന്ന സമയത്ത് എന്തുമാത്രം നമ്മൾ നനയെന്നുള്ളൊരു കണക്ക് നമുക്കില്ലായിരുന്നു. നമുക്ക് ഒരു റെയിൻ കോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കുറേ പേര് ഇട്ടു, കുറച്ച് പേര് ഇട്ടില്ല.
നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ റെയിൻകോട്ട് ഇട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇവിടെ ലോക്കർ സൗകര്യമുണ്ട്, നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ഇത്രയും കാലമൊക്കെ ടൂർ അടിച്ചതാണല്ലോ, അതൊന്നും നനയല എന്നുള്ള ധാരണയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്. മറ്റൊരു ബോട്ട് വരുന്നുണ്ട്, വന്നതിന് ശേഷം നമ്മൾ പോകും. കുറേ ബോട്ടുകളുണ്ട്, കുറേ ട്രാവലുണ്ട്, ഡ്രൈ ആൻഡ് വെറ്റ് പല ടീമുകളുമുണ്ട്. നമ്മളെല്ലാ പ്രിക്കോഷൻസും നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ബോട്ടിൽ കാത്തു നിൽക്കുകയാണ്, അതിലേക്ക് കയറുന്ന രംഗമാണിത്. ഈ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ ബേപ്പൂർ ഉണ്ടാക്കിയ ആ ടൈപ്പാണ്, വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ടൈപ്പ്. ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് ഫോഴ്സ്ഫുള്ളായിട്ടുള്ള 3 എണ്ണത്തിൻ്റെ അടിക്കടെ അവർ കൊണ്ടുപോകും. അതൊരു തയ്യാറെടുപ്പാണ്. ടേക്ക് ഓഫിനൊക്കെ നമ്മൾ നിൽക്കില്ലേ, അതേപോലെ ഒരു നൃത്തമാണ്. ഇതിലേക്ക് മറ്റ് ഡ്രൈയിൽ നിന്ന് വെറ്റിലേക്ക് മാറാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. മറ്റേ ദൂരെ കാണുന്ന ബോട്ടിൽ നിന്ന് അവരും കൂടെ വന്ന ശേഷം അതാണ് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതാകൊണ്ട് സ്പീഡിലെത്തുകയാണ് വാട്ടർഫാളിൻ്റെ അടിയിലേക്ക്. നമ്മുടെ എല്ലാ പ്ലാനുകളും തെറ്റിച്ച് ഒരു ഡ്രസ്സും അതിന് ഗുണം ചെയ്തില്ല. എല്ലാം അകത്ത് കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ പാൻറ്റിൻ്റെ അകത്തൂടെ എല്ലാം. നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കൂട്ടി തന്നെ, നമ്മൾ പോളിത്തീൻ ബാഗ്, മറ്റ് നമ്മൾ പല സിപ്പ് ബാഗുകളൊക്കെ ഉണ്ട്, അതൊന്നും പലപ്പോഴില്ല. ഫോണുകളൊക്കെ ആൾക്കാർ എവിടെ വെച്ചിട്ടും കാര്യമില്ല. വാട്ടർ പ്രൂഫ് കവറുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അത്രയ്ക്ക് തന്നെ. അപ്പം നമ്മൾ ഇതുപോലെ ട്രാവലിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാട്ടർ പ്രൂഫ് ബാക്ക് പാക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂട് കുറേ എണ്ണം കരുതുക, അത് പൊതിഞ്ഞ് നമ്മളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലോ ട്രൗസറിൻ്റെ പോക്കറ്റിലോ ഇടുക. അത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനത്തെ ട്രാവലിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ഇവിടെ പ്രധാനമായിട്ട് ഇതേപോലെ ഒരു തടാകം പോലെയൊക്കെ ഉണ്ട്, അത് കാണുക, പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ആണ് പ്രധാനമായിട്ട്. ഇവിടെ സ്നാക്ക് ബാറുകളുടെ ഇഷ്ടം പോലെ ഉണ്ട്, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ. ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല കാണാനുള്ള, റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചില പാക്കേജുകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ തിരിച്ചുള്ള യാത്രയാണ്. തിരിച്ചുള്ള യാത്ര അതിൽ അത്യാവശ്യം ക്യൂ ഉണ്ട്. രാവിലെ വന്നവരൊക്കെ തിരിച്ച് പോകുന്ന തിരക്കിലാണ്. ക്യൂ നിർത്തിയാണ് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പുറപ്പെട്ട് ഇത് ഒരു പനോരമിക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേറെ വ്യൂ പോയിൻ്റ്, അത്രയേ ഉള്ളൂ. ഈ ഗാസു ഫാൾസിൻ്റെ വ്യൂകൾ ഈ നാഷണൽ പാർക്കിൽ നിന്ന് പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ അവർ ഒരു ഗാലറിയൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഒരു സ്റ്റോപ്പാണിത്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതൊക്കെ ഈ പാക്കേജിൽ പെട്ടതാണ്. അതുകൊണ്ട് നല്ല പാക്കേജുള്ള നല്ല ഹോട്ടലിലേക്ക് അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റാഫിയ എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ബുഫയാണിത് ഇവിടെ. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. സൗത്ത് അമേരിക്കയിലെ മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.
gravar bolas aqui agora, assim, ó. La Parrilha, vamos gravar. Então, beleza aí, ó. Rafaim, churrascaria show. Pior Country. Aqui, chamado Dedé. Vai, fala Gente aí. boa pra caramba. O melhor garçom de Foz do Iguaçu. Vem sempre pra churrascaria Rafaim.